ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ബൈ റോഡ് ഒരു ട്രിപ്പ് പോവാം കേട്ടോ. ഈ ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നേരെ പോവാണെങ്കിൽ ഏതാണ്ട് ഒരു 14-15 മണിക്കൂറിനകത്ത് ഞങ്ങൾ വീട്ടിലെത്തും. അതായത് ബാംഗ്ലൂര്, ഹുസൂര്, കൃഷ്ണഗിരി, ധർമ്മപുരി, മധുരൈ, തെങ്കാശി വഴി അല്ലെങ്കിൽ കുമളി റൂട്ട്, ഇത് ഏത് റൂട്ടായാലും ഞങ്ങൾ ഏതാണ്ട് 14-15, പിന്നെ ഇടയ്ക്ക് റെസ്റ്റോറൻറ്റ്സിൽ ഉള്ള ബ്രേക്ക് ടൈമും ഒക്കെ കൂട്ടി 14-15 മണിക്കൂറോടെ വീട്ടിലെത്തും. പക്ഷെ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. എപ്പോഴും പോകുന്ന പോലെ പോയാൽ എങ്ങനെയാ, ഒരു വ്യത്യാസമൊക്കെ വേണ്ടേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. കോഴിക്കോട് വഴി അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പതുക്കെ സ്ഥലമൊക്കെ കണ്ടിട്ട് പിന്നെ വീട്ടിലോട്ട് പോകാൻ കരുതി. തലേന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് രാവിലെ എണീറ്റപ്പം വലിയ സമയം പോയില്ല കേട്ടോ. എന്നാലും 2:30-2:45 ഞങ്ങൾ എണീറ്റു. അതിനുശേഷം ചായയൊക്കെ കുടിച്ച് ഫ്രഷായി 3:30 ആയപ്പോൾ പിള്ളേരെ എണീപ്പിച്ചു, ഡ്രസ്സ് ചെയ്തു. എണീറ്റ സമയത്ത് രണ്ടുപേരും നല്ല മൂശായിട്ടായിരുന്നു. പക്ഷെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും അങ്ങ് എനർജി ആയി കേട്ടോ. എണീറ്റപ്പോൾ തൊട്ട് മുഖത്ത് വെട്ടം അടിക്കുന്നവരെ, ഏതാണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന സമയം വരെയും രണ്ടുപേരും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അങ്ങ് നന്നായിട്ട് ഉറങ്ങിപ്പോയി, ക്ഷീണം കാരണം. അതിനിടയ്ക്കും ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ചാടി നോക്കുന്നുണ്ട് കേട്ടോ, എത്തിയോ എന്ന് അറിയാനായിട്ട്. നേരം വെളുത്തപ്പോഴേക്കും മൈസൂരെത്തി. മൈസൂർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്ന ആദ്യം തന്നെ ഞങ്ങളുടെ പാരൻസ് പറഞ്ഞു തന്നിട്ടുള്ള ചില മെമ്മറീസാണ്. അതായത് അവർ ചെറുപ്പകാലത്ത് പല തവണയായിട്ട് PNTന്ന് ട്രെയിനിങ്ങിന് വന്നിട്ടുള്ളതും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെയാണ് ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്നത്. അതുകൂടാതെ ഞങ്ങൾ തന്നെ പലപ്പോഴായിട്ട് മൈസൂർ വന്നിട്ടുള്ള ഓർമ്മകളും ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് മൈസൂർ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അതെന്താണെന്നറിയോ? വേറൊന്നുമല്ല കേട്ടോ, ട്രാഫിക് ഒന്നും ഇല്ലാത്ത ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡ്രൈവ്. കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തോട്ട് വന്നതിൻ്റെ ഒരു സന്തോഷം. അതുമാത്രമല്ല, എത്ര ക്ലീൻ ആയിട്ടാണ് അവർ ഈ പ്ലേസ് ഹാൻഡിൽ ചെയ്തേക്കുന്നത് അറിയോ. റോഡിലെങ്ങും പുറത്തും ഒന്നും ഒരു വേസ്റ്റ് പോലും കാണാനില്ല. ഇതിനിടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ പലതവണ വിളിച്ചു, എവിടെ ആയി എന്നൊക്കെ അറിയാനും കുട്ടികളൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്. അങ്ങനെ അവരുമായിട്ടും കുറച്ച് നേരം സംസാരിച്ച് സമയം പോയി. ഓർമ്മയില്ല, ഇടയ്ക്ക് പണ്ട് വന്നിട്ടുണ്ട്, ആച്ചയും കൊണ്ട് വന്നിട്ടില്ല. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നു തുടങ്ങി. ഞങ്ങൾ അന്നേരം മൈസൂര് എയർപോർട്ടിൻ്റെ അടുത്ത് ഏതാണ്ട് എത്തിയിട്ടോ. ഇനി ഞങ്ങൾ ഒരു വെജ് റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. നല്ലൊരു മസാല ദോശയും മൈസൂർ മസാല ദോശയൊക്കെ അടിക്കാമെന്ന് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാൻ. ഈ കാണുന്നതാണ് മൈസൂർ എയർപോർട്ട് കേട്ടോ. അത്ര ക്ലിയർ അല്ല, എന്നാലും എത്രയോ തവണ ഇതുവഴി പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞ് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ മതിൽക്കെട്ടിനകത്ത് അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടെന്ന് ഞാൻ കണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ സൈഡിലുള്ള ഈ റോഡും ആ സറൗണ്ടിങ്സും വാളും മാത്രമല്ലേ നോക്കാറുള്ളൂ. അങ്ങനെ ഏതാണ്ട് 7-8 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ട്രിപ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട്. പോകെ നിങ്ങൾക്ക് അവരെയും കാണാം വീഡിയോയിൽ. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വണ്ടി കയറാൻ നേരം അവിടെ വഴിയോര കടയിൽ നിന്ന് ഒരു മാഗ്നറ്റിക് സ്ലേറ്റ് വാങ്ങിച്ച് ഒരാൾ പടം വരപ്പും തുടങ്ങി കേട്ടോ.
അടൂരാണോ? ഇപ്പൊ എവിടെ പോകുന്നേ? കോഴിക്കോടല്ലോ? പറയടാ. ഇന്ന് നമ്മള് പോകുന്ന കോഴിക്കോടാ, നാളെ അല്ല അടൂര് പോകും. അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന വഴിയാണ് റോഡ് സൈഡിൽ നോക്കിയപ്പോൾ റോഡ് സൈഡിൻ്റെ സൈഡിൽ നിറച്ച സൂര്യകാന്തി പൂക്കൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ആഗ്രഹം, എന്നാൽ പോയി ഒന്ന് കണ്ടാലോ എന്ന്. അങ്ങനെ സൈഡിൽ വണ്ടി ഒതുക്കി പിള്ളേരെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി കൂടെ ഉണ്ടെന്ന്. ആകാശും ബസ്സിയും പിന്നെ ലൂക്കാച്ചനും. ശരിക്കും പറഞ്ഞാൽ ആകാശം ഇച്ചാനും കൂടെ ഇത്തവണ ഇങ്ങനൊരു പ്ലാൻ ഇട്ടു കേട്ടോ. നമുക്ക് വേറൊരു റൂട്ട് മാറ്റി പിടിച്ച് കോഴിക്കോട് വഴി ബിരിയാണിയൊക്കെ അടിച്ച് പതുക്കെ ഒരു സ്റ്റേ ഒക്കെ ചെയ്ത് വീട്ടിലോട്ട് പോയാലോ എന്ന്. ക്യാമറ ഏതിന്റെന്ന് പറഞ്ഞ ഫിലിം? ഞാനൊന്നും അറിയില്ല. ഓ ഇപ്പൊ തന്നെ നമ്മളെ 40 രൂപ പറ്റി വൈകുന്നേരം എത്ര മാത്രം കാശ് കിട്ടും? ഞാൻ അച്ഛനോട് പറയും നമ്മളോട് പറയാൻ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും വെറുപ്പ് പോകണം. ഇങ്ങനെ ഒരു സൺഫ്ലവർ കണ്ടു. അവളത് പിടിച്ചോണേ, ഞാൻ ഒരു ചെറിയ വാക്ക് പോയിട്ട് വരാം. ആ അതിന് പിടിച്ചു. ഇത് ഇവിടുത്തെ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി അവർ നട്ടതാണ്, അതിനുശേഷം പിന്നെ അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് കേട്ടോ. ക്യാബേജിൻ്റെ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല, ബട്ട് സൺഫ്ലവർ അവർ സിനിമ ഷൂട്ടിംഗ് അല്ല, എന്ത് ഷൂട്ടിങ്ങിന്, മേ ബി സീരിയൽ ഓർ ഫിലിം, നോട്ട് ഷുവർ. അയ്യോ, ക്യാബേജ് എല്ലാം എനിക്കൊന്ന് കുറേയൊക്കെ പോയി കിടക്കുക, കുറേയൊക്കെ എടുത്തതാണ് സംഭവം. ഇങ്ങനെ ചിലതിലൊക്കെ ഇത് കണ്ട് ഈ കിടക്കുന്ന ഇതിലൊക്കെ ക്യാബേജ് പകുതി എടുത്ത് കിടക്കുക, ചീത്തായിപ്പോയത് എന്തോ ആണ് സംഭവം. ഇതങ്ങ് വരെയും കിടക്കുക കേട്ടോ, അങ്ങ് നീണ്ടു നേർന്ന് കിടക്കുക. എനിക്കൊന്ന് ഏക്കർ കണക്കിന് സ്ഥലം അങ്ങോട്ട് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഒരു മെനക്കെട്ടിട്ടുണ്ട് ഷൂട്ടിങ്ങിനാണെങ്കിൽ തന്നെ. താഴ്ന്നു പോവാ ചവിട്ടുമ്പോ. ആ ഇങ്ങനെ ഒരു കിളച്ചിട്ടേക്കോ. അമ്മ വന്നടാ എന്തോ എന്റെടാ എന്ത് പറ്റി? ചെല്ലോ അയ്യോ, ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഫാമിലി ഫോട്ടോ കണ്ടോ?
അങ്ങനെ അവിടെ ഒരു 1/2-3 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് പിന്നെയും ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. ഇനി നേരെ പോകുന്നത് നമ്മുടെ ബോർഡറിലോട്ടാണ്, ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി കേരള സ്റ്റേറ്റിലോട്ട്. ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറുമ്പോൾ അത്യാവശ്യം ചില മൃഗങ്ങളെയൊക്കെ കാണാനുള്ള പ്രതീക്ഷയിലാട്ടോ പിള്ളേരോടും പറഞ്ഞൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ പോകുന്നത്. Going through ബന്ദിപ്പൂർ ഫോറസ്റ്റ് കേട്ടോ. നമ്മൾ എവിടെ പോകുന്നത്? പുലിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്, ചിലപ്പോ കാണും. ചിലപ്പോ പിന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ ഒരൊറ്റ ചാട്ടം മാൻ. അത് അല്ല, വണ്ടി തുറക്കായിരുന്നാ മതി. അത് വന്നു കഴിഞ്ഞാ അവര് അതേ ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്. ഇല്ല, അവര് നിർത്തിയാ പോകുന്നെന്ന് പറഞ്ഞു. കണ്ടാ പോകുന്നെന്ന് പറഞ്ഞു. വല്ലതും ഇതുപോലെ വല്ലതും വന്ന് ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിലെടുത്തേപ്പാ. സ്പീഡെടുത്തേപ്പാ. മങ്കി ക്രോസിംഗ്. അയ്യോ, ബേബി മങ്കിടാ. അമ്മ മങ്കി അപ്പ മങ്കി. കഴിഞ്ഞാല് മഴങ്ങൾക്ക് വലിയ ശക്തിയില്ല, ചെറിയ മഴകളാണല്ലോ. നമ്മുടെ നാട്ടിലെ കാടെന്ന് പറഞ്ഞാൽ ഹെവി വലിയ മഴകളല്ലേ, ഫോറസ്റ്റ് ആണല്ലോ. അത് കാറ്റിന്റെ മഴ പെയ്യുന്നുണ്ട്, പുല്ലും കാട് ഇവിടെ പുല്ലൊന്നും ഇല്ലല്ലോ, എല്ലാം ഉണങ്ങിപ്പോയില്ല. ഇവരിങ്ങനെ ചെത്തിക്കളയും തോന്നുന്നു, തീ ഇട്ട് കളയോ, കൺട്രോൾഡ് വീടല്ലേ ചെയ്യുമായിരിക്കും. ഇത് ചൂട് കൊണ്ടിട്ടായിരിക്കും. ഇന്നലെ പെയ്യുന്ന മഴ കാരണം, 2 ദിവസം കൊണ്ട് പെയ്യുന്ന മഴ കാരണം കുറച്ചൊക്കെ പുല്ല്. അതാ ഇടിക്കല്ലേ മോളെ. ഇവിടെ എന്താന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്. കത്തിച്ച് കണ്ടോ, സൈഡിലൊക്കെ കണ്ടോ, കത്തിച്ച് കളഞ്ഞതാ. ആ പുല്ല് കത്തിച്ച് കളഞ്ഞ. എന്താ വെച്ചാല് അങ്ങോട്ട് തീ കാളി പഴകാതിരിക്കാൻ. ഇവിടം തൊട്ട് അവിടെ വരെ കത്തിച്ചേക്കുക. ഇവിടം തൊട്ട് ആ ഒരു ലെവൽ വരെ കൺട്രോൾഡ് കത്തിക്കാൻ സാധ്യത. കണ്ടോ? അവിടെ നേരെ സ്ട്രൈറ്റ് ബ്ലാക്ക്. പേടിച്ചു പോയോ? ബേബി ആണല്ലേ? ബേബി അല്ല, ഇച്ചിരി വലുതാ. സ്റ്റോപ്പ് ചെയ്തല്ലോ. ആനയെ വിളിക്കില്ലേ, ആനയെ ദേഷ്യം വരും. എന്റെ അമ്മയാനെ ഇവിടെ ഇത് കണ്ടോ? നേരത്തെ കണ്ട ബേബി ആനയുടെ അമ്മയാണോ? അല്ല, അമ്മ ആനയാണോ? അല്ല, ഇതും ബേബിയടാ. ഇതും ബേബി ആന കേട്ടോ. എല്ലാം കാണും. അവരാ എന്തായിരുന്നു മറ്റേ തമിഴ്നാട്ടിൽ എന്തായിരുന്നു? ദേ നമ്മുടെ ആന വേണ്ടി വരും. മൈസൂർ. തമിഴ്നാടിന്റെ ബന്ദിപ്പൂരും പിന്നെ പറഞ്ഞു. ഇതുണ്ട്, ചെറിയ അരുവി പോകുന്നുണ്ടോ? വെള്ളം അയ്യോ മഴ. അതുണ്ടോ ഒഴുകി പോകുന്നുണ്ടോ? അത് വഴി വെള്ളം ഉണ്ടോ? കാട്ടിക്കൂടെ വന്നു. കാട്ടരുവിയാ എന്ത്? അയ്യോ, മങ്കി സൈഡില്. ബേബി മങ്കി ഉണ്ട്. സൈഡില് വെള്ളം വന്നിട്ട് ഒഴുകിയെ കൂടെ. ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇരിക്കാനാ. കുരങ്ങന്മാർക്ക ആരെങ്കിലും ഇവരുടെ ഡ്യൂട്ടി നടന്നു പോകുമ്പോ അവർക്ക് ക്ഷീണിച്ചിരിക്കാനായി.
ബൈക്കിൽ പോകുന്നുണ്ടോ? ഒരു ബേബി ബൈക്കിൽ പോകുന്നുണ്ടോ? പോയി കേരള സ്റ്റേറ്റ്. കേരള മറ്റേ വഴി കൂടെ പോകുമ്പോഴാണ്. Stop the way. Welcome to Wayanad Wildlife Sanctuary. അപ്പൊ മറ്റേ വഴി കൂടെ പോകുമ്പോഴാണ് നമ്മള് നിലമ്പൂരിൽ പോകുന്നത്. അന്നേരമാണ് തമിഴ്നാട്ടിൽ കയറുന്നത്. ആക്ച്വലി ആകാശം ഈ വഴി തന്നെയല്ലേ എടുത്തത്, റൂട്ട് മാറിയില്ലല്ലോ. നമ്മൾ വന്ന വഴി വന്നു. എപ്പോൾ മാംഗോ കേരളത്തിൽ കയറിയപ്പോ കുറച്ചുകൂടെ പച്ചപ്പായി കാണിക്കും ഇല്ലേ? കുറച്ചുകൂടെ പച്ചക്കാടായി. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ്. മരങ്ങളുടെ ഇത് മാറി, മരമേ മാറി, വലിയ മരങ്ങളായി. മറ്റേത് ഇച്ചിരി ശക്തി ഇല്ലാതെ കാറ്റടിച്ച് കഴിഞ്ഞാൽ താഴെ കിട്ടുന്ന മരങ്ങളാണ്. ഇതിപ്പോ ഇച്ചിരി കൂടി എന്തുണ്ടിയത് മാഷ്മെല്ലോ. മാഷ്മെല്ലോ നമ്മൾ കഴിക്കുന്ന സാധനമല്ല. മാഷ്മെല്ലോ മാഷ്മെല്ലോ അതെ, കമ്പനിയുടെ പേരാ വണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. മാഷ്മെല്ലോ എന്ത് അതല്ലേ? ആണോ? സോറി, വിട്ടിട്ട് ക്ഷമിക്കുക. കണിക്കുന്ന വേറൊരു കണിക്കുന്ന. എനിക്ക് അകത്തോട്ട് ഇച്ചിരി ഡെൻസ് ആയിട്ടുള്ള കാറുകളുണ്ട്. അപ്പൊ അതായിരിക്കും, മൃഗങ്ങളൊക്കെ അങ്ങോട്ടായിരിക്കും. ആരും നിർത്തിയിട്ടില്ല. സ്കൂട്ടർ നിർത്തിയിട്ടുള്ള അവിടെ. താങ്ക് യു ഫോർ നോട്ട് ടീസിങ് ദ വൈൽഡ് ലൈഫ്. ഇനിയിപ്പോ എനിക്കൊന്ന് ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി മൃഗങ്ങളൊന്നും കാണില്ല. അപ്പൊ എന്ത് പറ്റി? പോലീസ്. മൈസൂർ മലയാളത്തിലൊക്കെ എഴുതി വെച്ചേക്കണ്ടേ? കേരള. ശരിയാ. വെൽക്കം ടു കേരള സ്റ്റേറ്റ്. സീതാദേവി ഹനുമാൻ ക്ഷേത്ര. മൈസൂർ വെജ് കഫേ. പ്യോർ വെജ്. ഇനിയിപ്പോ കാട് തീരാറായി കേട്ടോ. അടിക്ക് ഇഷ്ടപ്പെട്ടോ ഫോറസ്റ്റ്? നോക്കി ഇവിടെ വന്നേ, ഇങ്ങോട്ട് നോക്ക്. അറ്റത്തില്ലടാ, ദൂരത്തോടല്ലേ നമ്മുടെ കയ്യിൽ. ഇതെവിടെ പണ്ട് തട്ടിട്ടേക്ക്. താങ്ക് യു ഫോർ നോട്ട് ടീസിങ് എഴുതിയ സ്ഥിതിക്ക് കാട് കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? നോട്ട് ടീസിങ് വൈൽഡ് ലൈഫ് എഴുതി വെച്ചിട്ട് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. വയനാട് വൈൽഡ് ലൈഫ് ഇവിടെ ബന്ദിപ്പൂരിന്റെ ഇവിടെ അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ലെന്നേ ഉള്ളതെന്ന് തോന്നുന്നു. മനസ്സിലായി. കുഴിയായിരുന്നു, കുഴിയായിരുന്നു. റിസർവ് ഏരിയ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടി. ഒരു വലിയൊരു മാൻ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആരും കണ്ടില്ല. സൈഡിൽ നിന്ന് ഒരൊറ്റ ചാട്ടമായിരുന്നു വണ്ടിയുടെ ബമ്പറിൻ്റെ മുകളിൽ കൂടെ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആ ഒരു ഷോപ്പിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ടു. അതിനുശേഷമാണ് എടുത്തത്. പിന്നെ എലിഫൻ്റ്, കുറച്ച് ഏതാണ്ട് പോത്താന്ന് തോന്നുന്നു, കാട്ടുപോത്ത് പോലെ നിൽക്കുന്നുണ്ട്. മയിലിനെ കണ്ടു, കുരങ്ങന്മാരെ കണ്ടു. ഇതൊക്കെയാണ് കാട്ടിലൂടെയുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ടത്. ബാക്കി വിശേഷം ഇനി അടുത്ത വീഡിയോയിൽ കോഴിക്കോട് എത്തിയതിന് ശേഷം. താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ.